ഹലോ ഹായ്. അങ്ങനെ ഇന്ന് ബെർലിൻ എന്ന സീരീസ് കണ്ടു. സീരീസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മണി ഹീസ്റ്റ് എന്ന് പറയുന്ന സീരീസിനകത്തെ ഒരു പ്രധാന കഥാപാത്രമായിരുന്നു ഈ ബെർലിൻ. ബെർലിനോട് എല്ലാ ഓഡിയൻസിനും, ആ സീരീസ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ആ സീരീസിൽ പകുതിയാവുമ്പോഴേക്ക് തന്നെ പുള്ളിയുടെ കഥാപാത്രത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ പോലും ബെർലിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ പ്രാധാന്യം എത്രത്തോളം വലുതാണെന്നുള്ളത് സീരീസിലൂടെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ അതേ ബെർലിനെ കേന്ദ്ര കഥാപാത്രമാക്കി മറ്റൊരു സീരീസ് ഒരുക്കിയിരിക്കുകയാണ് അതേ ടീം തന്നെ. അപ്പോൾ ഈ സീരീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടത് ഇവരുടെ ഹെയ്സ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ഹെയ്സ്റ്റ് നടക്കുന്നതിനെ കുറിച്ചുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ മുൻപത്തെ സീരീസിലും കണ്ടിട്ടുള്ളതാണ്. കാരണം ബെർലിൻ എന്ന് പറയുന്നത് മോഷണം ഒരു കലയാക്കി എടുത്ത ഒരാളാണ്. അയാൾക്ക് എല്ലാം ഒരു ആർട്ടിസ്റ്റിക് മൈൻഡാണ്. കാരണം അയാൾ ചെയ്യാൻ പോകുന്നതിനെ പറ്റി വ്യക്തമായൊരു ധാരണയുള്ള, ഇനി എന്ത് സംഭവിച്ചാലും അതിനെ എങ്ങനെ ക്രോസ് ചെയ്യണം എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉള്ള ഒരു മോഷ്ടാവ്. അയാളുടെ പ്ലാനുകളൊക്കെ വളരെ ആർട്ടിസ്റ്റിക് ആണ്, വളരെ ബ്രില്യൻ്റ് ആണ്. സോ പുള്ളിക്കാരൻ ഏത് സംഭവത്തിനെയും നടക്കുന്നതിന് മുൻപ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായ പുള്ളിയുടെ പ്ലാനിങ്ങിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ഐഡിയ ആണ് പുള്ളി എപ്പോഴും പ്ലോട്ട് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് തന്നെ. ഇവിടെയും അതുപോലെ കുറച്ച് കഥാപാത്രങ്ങളുമായിട്ട് ഒരു ഹീസ്റ്റ് നടക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മണി ഹീസ്റ്റിലെ ആ ഒരു സംഭവത്തിന്റെ അത്രയും ഭയങ്കര വലിയൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മോഷണമോ അല്ലെങ്കിൽ അത്രയും വലിയ കോരിത്തെരിപ്പിക്കുന്ന രംഗങ്ങളോ ഉള്ള ഒരു സംഭവമൊന്നും അല്ല ഇത്. ബട്ട് ഇവിടുത്തെ ഹീസ്റ്റിന് ഒരു പ്രാധാന്യമുണ്ട്. ആ ഹീസ്റ്റ് അവിടെ സംഭവിക്കുന്നു. അതിനൊപ്പം തന്നെ സീരീസ് കൂടുതലും പറഞ്ഞു പോകുന്നത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ബെർലിന്റെ കഥാപാത്രത്തിന് നമുക്ക് തുടക്കം തൊട്ടേ അറിയാം, അയാളൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അയാൾക്ക് എല്ലാം വികാരപരമായിട്ട് അയാൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. സോ അയാളുടെ കഥാപാത്രം അത്തരത്തിലേക്ക് പ്രണയം എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് പോകുമ്പോൾ ഈ ഹീസ്റ്റ് ഇവിടെ എന്ത് സംഭവിക്കുന്നു, അതിനൊപ്പം മറ്റ് കഥാപാത്രങ്ങളിലൂടെയും അവരുടെ ജീവിതത്തിലൂടെയും, അതായത് എനിക്ക് തോന്നുന്നു ഒരു ക്യാരക്ടർ സ്കെച്ച് തരിക എന്നുള്ള ഒരു രീതി തന്നെയാണ് പലപ്പോഴും കഥാപാത്രങ്ങളെ നമ്മുടെ ഫ്രണ്ടിലേക്ക് പ്ലോട്ട് ചെയ്ത് തരുന്നത്. അപ്പോൾ ആ കഥാപാത്രങ്ങളിലൂടെ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതിയും പിന്നെ ഹീസ്റ്റ് എങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്, അതിനുശേഷം പിന്നീട് എന്തായി തീരുന്നു എന്നൊക്കെ ഉള്ളതാണ് ഈ ഹീസ്റ്റിൽ പറയുന്നത്. ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ലെവലിലേക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനം. കാരണം അത്രയും വലിയ ത്രില്ലടിച്ചിരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള എലമെന്റ്സ് ഒന്നും ഇതിനകത്തില്ല. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സീസൺ ആയതുകൊണ്ടായിരിക്കാം മേ ബി ഇനി അങ്ങോട്ട് പോകുമ്പോൾ നന്നാവാനുള്ള സാധ്യതയും നമുക്ക് പറയാതിരിക്കാനാവില്ല. കാരണം ഈ തുടക്കത്തിൽ കഥാപാത്രങ്ങളെ എല്ലാം പറഞ്ഞു തീർക്കണം, അവിടെ നടക്കുന്ന സംഭവങ്ങൾ കാണിച്ചു തീർക്കണം, ഹീസ്റ്റ് നടക്കണം. അപ്പോൾ ഇത് ഒരു ഹീസ്റ്റിലൊന്നും അവസാനിക്കുന്ന സംഭവങ്ങളല്ല. ബെർലിന്റെ പ്ലാനുകളൊക്കെ വളരെ വലുതാണ് എന്നുള്ളത് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. സോ എനിവേ, എന്താണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണ്ടു തുടങ്ങാൻ പറ്റുന്ന ഒരു സീസൺ തന്നെയാണ് ബെർലിൻ എന്ന് പറയുന്നത്. ഇതിലെ പ്രകടനങ്ങളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണെങ്കിലും ഒക്കെ വളരെ നൈസ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എസ്പെഷ്യലി ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫി ഒക്കെ ഭയങ്കര കൂളാണ്, ഭയങ്കര രസമാണ്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നമുക്ക് എല്ലാവർക്കും, ഞാൻ ഒറ്റൊരുപ്പിൽ തന്നെ കണ്ടു തീർത്തൊരു സീരീസാണ്. എനിവേ, എന്താണെങ്കിലും നിങ്ങൾക്ക് കണ്ടു നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇനി ബാക്കിയുള്ള സീസൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗും കേട്ട് നമ്മൾ വീണ്ടും വരും. അതുവരേക്കും